എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ബുക്കും പേനയും എടുത്തിരിക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുക, വായിച്ചു നോക്കുക, എന്നിട്ട് അതിന്റെ ആൻസർ മനസ്സിലാക്കിയതിന് ശേഷം തന്നെ ചെയ്ത് പോവുക കേട്ടോ. നമ്മളിപ്പോൾ ഇത് റിവിഷനും കൂടി ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചിട്ട് എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനും ആൻസറും എല്ലാം ക്ലിയർ ആയിട്ട് ഇരിക്കും. പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യം വരികയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുതുക, ആൻസർ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തന്നെ എഴുതുക കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഹാസ് എ പോസിറ്റീവ് പവർ? ഏത് ലെൻസിനാണ് പോസിറ്റീവ് പവർ ഉള്ളത്? ഏത് ലെൻസിനാണ്? കോൺകേവ്, കോൺവെക്സ്. മറ്റേ നമ്മൾ പഠിച്ചിട്ടില്ല, പ്ലാനോ കോൺകേവും പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്കറിയാം പോസിറ്റീവ് പവർ ഉള്ള ഏതിനാണ്? കോൺവെക്സ് ലെൻസിനാണ് പോസിറ്റീവ് പവർ വരുന്നത്. നെക്സ്റ്റ് വൺ അസേർട്ടഡും റീസണുമാണ് കേട്ടോ. നോക്കാം. വൈറ്റ് ലൈറ്റ് പാസിംഗ് ത്രൂ എ പ്രിസം സ്പ്ലിറ്റ് ഇൻറ്റു ഇറ്റ്സ് കോമ്പോണന്റ് കളേഴ്സ്. വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ കോമ്പോണന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇല്ല, അസേർട്ടഡ് ആണ്, നമുക്കറിയാം, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതിന്റെ റീസൺ എന്താണ്? ദ ഡീവിയേഷൻ ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ദെയർ വേവ് ലെന്ത്. അതും കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഓരോ കളേഴ്സിന്റെയും ഡീവിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ വേവ് ലെന്തിനനുസരിച്ചിരിക്കും. അപ്പം അസേർട്ടഡും റീസണോടെ ശരിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം കേട്ടോ. Both ascertain and reason are true and reason is the correct explanation of ascertain. ശരിയല്ലേ? അസേർട്ടനും റീസണും ട്രൂ തന്നെയാണ്. റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അസേർട്ടൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബാക്കി നമ്മൾ ജസ്റ്റ് നോക്കിയേക്കാം എന്തെങ്കിലും വേറെ കാര്യങ്ങളുണ്ടോ എന്ന്. ബോത്ത് അസേർട്ടൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട്. അതല്ല, അത് വരികയില്ല. അസേർട്ടൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫോൾസ്. അസേർട്ടൻ ഈസ് ഫോൾസ് അതൊന്നും നോക്കണ്ട. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A few statements are given about the magnetic poles formed at the ends A and B of a current carrying solenoid. ഒരു കറന്റ് ക്യാരിങ് സോളിനോയിഡ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന്റെ പോൾസ് എയിലും ബിയിലും ഏതൊക്കെ പോൾസ് ആണെന്ന് ഫോം ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. നോർത്ത് പോൾസ് ആർ ഫോംഡ് അറ്റ് എ ആൻഡ് ബി. എയിലും ബിയിലും നോർത്ത് പോൾ രൂപപ്പെടുന്നു. അവിടെ നോക്കുക, കാരണം ഡയറക്ഷൻ നോക്കിയതാ ഇങ്ങനെയാണ് പോകുന്നില്ലേ? കാരണം ഡയറക്ഷൻ ഏത് രീതിയിലാണ് പോകുന്നത് നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് രീതിയിലാണ്? ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ? അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഏതാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഏതാണ്? അവിടെ ഏത് പോളായിരിക്കും വരുന്നത്? അത് സൗത്ത് ആയിരിക്കും അല്ലേ? ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനല്ലേ പോകുന്നത്. അപ്പം ഇതേതായിരിക്കും? നോർത്ത് ആയിരിക്കും ആണല്ലോ. അപ്പോൾ നോക്കി, ഇവിടെ അടുത്ത ഓപ്ഷൻ എന്താണ്? നോർത്ത് പോൾസ് ആർ ഫോംഡ് അറ്റ് എ ആൻഡ് ബി. നോർത്ത് പോൾസ് എയിലും ബിയിലും ഫോം ചെയ്യുന്നു. ശരിയാണോ? അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അടുത്ത നോക്കുക. വെൻ ദ ഇലക്ട്രിക് കറന്റ് ഫ്ലോസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദ മാഗ്നറ്റിക് പൊളാരിറ്റി ചേഞ്ചസ്. വൈദ്യുത പ്രവാഹം വിപരീത ദിശയിലാവുമ്പോൾ കാന്തിക ധ്രുവത വ്യത്യാസപ്പെടുന്നുണ്ട്. ശരിയല്ലേ? അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോർത്ത് പോൾ ഈസ് ഫോംഡ് അറ്റ് എ ആൻഡ് സൗത്ത് പോൾ ഈസ് ഫോംഡ് അറ്റ് ബി. നോർത്ത് പോൾ എയിലും ബിയിലും സൗത്ത് പോളും ആണെന്നുള്ളത് അതും റോങ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പം അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് നോക്കുക. സൗത്ത് പോൾ ഈസ് ഫോംഡ് അറ്റ് എ ആൻഡ് നോർത്ത് പോൾ ഈസ് ഫോംഡ് അറ്റ് ബി അല്ലേ? അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം 2ഉം 4ഉം ആണ് അല്ലേ? 2ഉം 4ഉം ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. 2 and 4 ഉണ്ട്. ബി ആണ് കേട്ടോ. 2 and 4 ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആണ്. ട്രാൻസ്ഫോമറിന്റെ കേസിലാണ് കേട്ടോ. പാർട്സ് ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, അതിന്റെ ഫംഗ്ഷനും അതിന്റെ സ്ട്രക്ചറും ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൈമറി കോയിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഓർത്ത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം പ്രൈമറി കോയിൽ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ എന്താണ് നമുക്കറിയാം? ഇൻപുട്ട് ആണ് അല്ലേ? അപ്പം എന്താ നോക്കിയേ, എ ഇതിവിടെ ഇങ്ങോട്ട് വരും ഇല്ലേ? ഇത് എ ആണ്. പിന്നെ എൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നോക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ ദെൻ പ്രൈമറി കോയിൽ എങ്ങനെയായിരിക്കും വരുന്നത്? തിക്ക് വയേഴ്സ് ആയിരിക്കും വരുന്നില്ലേ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിൽ തിക്ക് വയേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് നോക്കുക, അതാ ഇത് ഇല്ലേ? എയുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്ന ഇതാണ്. മനസ്സിലായല്ലോ? ഇനി സെക്കൻഡറി കോയിൽ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ആണ്. അപ്പോൾ നമുക്കിവിടെ ബി കൊടുക്കാം. സെക്കൻഡറി കോയിലിൽ എങ്ങനെയായിരിക്കും വരുന്നത്? തിൻ വയേഴ്സ് ആയിരിക്കും വരുന്നില്ല? തിൻ വയേഴ്സ് ആയിരിക്കും. അതേ ബി കൊടുക്കാം. ഇനി കോർ എങ്ങനെ? കൺഫൈനിങ് ഫ്ലക്സ്, അതായത് ഫ്ലക്സിന്റെ കേന്ദ്രീകരണമാണ് വരുന്നത് അല്ലേ? നമുക്കറിയാം അതെന്താണ്? സോഫ്റ്റ് അയൺ ആണ് അവിടെ. അപ്പം ഇതാണ് സി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാ നോക്കിയേ, എ എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? A3 വരും. പിന്നെ ഇവിടത്തേലും ഓപ്ഷൻ 3 ആണ് വരുന്നത്. നോക്കിയേ, A3 വരുന്ന ഏതൊക്കെയാണ്? ഇതുമുണ്ട് ഇതുമുണ്ട്. A3 വരുന്നുണ്ട്, A3 വരുന്നു. ഇത് രണ്ടിനും വരുന്നുണ്ട് കേട്ടോ. ഇനി ബി ഏതാണ്? B1 വരും അല്ലേ? B1 ഇവിടെ വരുന്നുണ്ട്.
പിന്നെ ഏതാണ് B2 വരുന്നുണ്ട് അല്ലേ, B1 ഇത് വരുമല്ലോ, B2 വരുമല്ലോ. അപ്പം ഇതാണ് കേട്ടോ കറക്റ്റ് ഓപ്ഷന്, അതായത് C ആണ് കേട്ടോ, C ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ഇൻ എ ട്രാൻസ്വേഴ്സ് വേവ് ഈസ് 4 meter. If a particle in the medium takes 5 seconds for 10 vibrations, what is the speed of this wave? ഒരു അനുപ്രസ്ഥ തരംഗത്തിലെ സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത 2 കണികകൾ തമ്മിലുള്ള അകലം എത്രയാണ്? 4 meter ആണ്. മാധ്യമത്തിലെ ഒരു കണിക 10 കമ്പനങ്ങൾക്ക് 5 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ ഈ തരംഗത്തിന്റെ വേഗം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതായത് അടുത്തടുത്ത 2 പോർഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയാം? വേവ് ലെന്ത് എന്ന് പറയാം. അപ്പോൾ വേവ് ലെന്ത് തന്നിട്ടുണ്ട്, എത്രയാണ്? 4 meter എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. പിന്നെ എന്താണ്? നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ് ഇല്ലേ, നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ് ആണ്. അതായത് 5 സെക്കൻഡിൽ 10 വൈബ്രേഷൻ, നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡിന് നമ്മൾ എന്താണ് പറയുന്നത്? ഫ്രീക്വൻസി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഫ്രീക്വൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ് ഇല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 10 വൈബ്രേഷൻ ആണ്, സെക്കൻഡിൽ എത്രയാണ്? 5 സെക്കൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര വരും? നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ് ഫ്രീക്വൻസി ആണ്, അത് എത്ര വരും? 2 Hz എന്ന് വരും. മനസ്സിലായല്ലോ? എന്ന് തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? N/T എന്നാണ് വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10/5 എന്ന് വരും, അതായത് 2 Hz എന്ന് വരും. ഇനി എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? സ്പീഡ് V ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം എന്താണ്? V ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇക്വേഷൻ ഏതാണ്? F ലാംഡ ആണ് അല്ലേ. F കിട്ടി, 2 കിട്ടി, ലാംഡ എത്രയാണ്? 4 ആണ് വരുന്നത്. അപ്പോൾ എത്രയാണ്? 8 meter/s അല്ലേ. അപ്പോൾ വേവിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 8 meter/s ആണ് അവിടെ വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A tuning fork is placed near a stretcher string and made to vibrate. The string starts vibrating with the same frequency as the tuning fork. Give reason, justify your answer. ഇത് വലിച്ചു കെട്ടിയ ഒരു കമ്പിയുടെ അറ്റത്ത് വെച്ചൊരു ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിക്കുകയാണ്. കമ്പി ട്യൂണിംഗ് ഫോർക്കിൻ്റെ അതേ ആവൃത്തിയിൽ കമ്പനം ചെയ്യാൻ തുടങ്ങുന്നു. കാരണം എന്താണ്? ഉത്തരം സാധൂകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? അപ്പോൾ എന്താണ് അതിന് കാരണം? എന്താണ് കമ്പനം ചെയ്യാനുള്ള കാരണം? എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഇല്ലേ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ് പറയുന്നത്? പ്രണോദിത കമ്പനം ഇല്ലേ. പ്രണോദിത കമ്പനം മൂലമാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ട്യൂണിംഗ് ഫോർക്കിന് അതേ ആവൃത്തിയിൽ കമ്പി വൈബ്രേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അതിൻ്റെ റീസൺ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞിരിക്കും കേട്ടോ. അത് പ്രണോദിത കമ്പനം ഉണ്ടല്ലോ, അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തു വെച്ചാൽ മതി കേട്ടോ. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ദ വൈബ്രേറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് പ്ലേസ്ഡ് ഓൺ എ സ്ട്രെച്ചർ സ്ട്രിങ്. ദ സ്ട്രിങ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. പ്രണോദിത കമ്പനമാണ്. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അത് കമ്പി അവിടെ വൈബ്രേറ്റ് ചെയ്യാൻ കാരണമെന്ന് പറയുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 7A. When a beam of light passes through a colloidal solution, the path of the light becomes visible. Name the phenomenon that makes this effect. Give another occasion of this phenomenon experienced in daily life. ഒരു കൊളോയിഡൽ ലായനിയിലൂടെ പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ പ്രകാശത്തിന്റെ പാത ദൃശ്യമാകുന്നു. ഇതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ഈ പ്രതിഭാസം ദൈനംദിന ജീവിതത്തിൽ അനുഭവപ്പെടുന്ന മറ്റൊരു സന്ദർഭം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? നമുക്കറിയാം, ഇതിന് പറയുന്ന പേരാണ് ടിൻഡൽ എഫക്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ. എന്താണ് പറയുന്നത്? ടിൻഡൽ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ടിൻഡൽ എഫക്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ കാണാൻ പറ്റുമല്ലോ അല്ലേ. നമുക്കറിയാം ഒരു വിസിബിൾ സൺലൈറ്റിലൂടെ ഡസ്റ്റ് പാർട്ടുകൾ മൂവ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ് വിന്റർ സീസണിലൊക്കെ എങ്ങനെയാണ് പാത്ത് ഓഫ് ലൈറ്റ് ഒക്കെ നമുക്ക് വിസിബിൾ ആവും കേട്ടോ. ഏതെങ്കിലും ഒരു റീസൺ എഴുതുക കേട്ടോ. അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടിൻഡൽ എഫക്റ്റ് ആണ് എക്സാമ്പിൾ. വേറെ റീസൺസ് പറയുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ ആണെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബീയിങ് വിസിബിൾ ഇൻ സൺലൈറ്റ്, അതുപോലെ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ അണ്ടർ സ്ട്രീറ്റ് ലൈറ്റ് ഡ്യൂറിങ് വിന്റർ സീസൺ ഇല്ലേ, കണ്ടുണ്ടായിരിക്കും. ചെറിയ സുഷിരത്തിലോ സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ അതിലെ പൊടിപടലങ്ങൾ കാരണം പ്രകാശപാത ദൃശ്യമാകുന്നത്, അല്ലെങ്കിൽ മഞ്ഞുകാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ പ്രകാശപാത ദൃശ്യമാകുന്നത്. ഇതിനെല്ലാം കാരണം എന്താണ്? ടിൻഡൽ എഫക്റ്റ് അല്ലെങ്കിൽ ടിൻഡൽ പ്രഭാവമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7B ആണ്. The given figure shows a person observing the sun from the earth during sunrise, sunset and at noon. അല്ലേ, 3 നേരം, അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഒരാൾ സൂര്യനെ കാണുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. In which colors will the person view the sun? Explain how you arrived at the answer. അപ്പം ഏതൊക്കെ കളേഴ്സ് ആണ്
അയാൾ ആ സണ്ണിനെ കാണുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഓരോരോ സിറ്റുവേഷനിലും ഇല്ല, ഉച്ച സമയത്ത് എങ്ങനെയാണ്, ഉച്ച സമയത്ത് നമുക്ക് ഡിസ്റ്റൻസ് എങ്ങനെയാണ്, കുറവാണ്, സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് ഇവിടെ സ്കാറ്ററിങ് കുറവായിരിക്കും. ഇവിടെ ലെസ് ഡിസ്റ്റൻസ് ആണ്, ഇല്ല ലെസ് ഡിസ്റ്റൻസ് എന്ന് പറയാമില്ല, ലെസ് ഡിസ്റ്റൻസ് ആണ്, ലെസ് ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെയാണ് ലെസ് സ്കാറ്ററിങ് എന്ന് പറയാം, അധികം സ്കാറ്ററിങ് അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ എന്താണ് എല്ലാ കളേഴ്സിലും ഒരുപോലെ ആയിരിക്കും സ്കാറ്ററിങ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് വെള്ള ഒരു വൈറ്റ് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്, ഏകദേശം ഒരു വൈറ്റ് നിറത്തിൽ കാണപ്പെടും. മനസ്സിലാവുന്നല്ലോ. അതേസമയം ഈവനിങ്ങിലും മോർണിംഗിലും എങ്ങനെയാണ് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ, സണ്ണ് നമ്മളിലേക്ക് എത്താൻ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണ് വേവ് ലെന്ത് കുറഞ്ഞല്ല എന്ത് സംഭവിക്കും, സ്കാറ്റർ ചെയ്ത് പോകും. അപ്പോൾ സംഭവിക്കാത്ത റെഡ് സ്കാറ്ററിങ് സംഭവിക്കാത്ത റെഡ് ഓറഞ്ച് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഓറഞ്ച് റെഡിഷ് കളറിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ നോക്കട്ടെ, ആൻസർ കൊടുത്തിട്ടുണ്ട്. ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ് ദ സൺലൈറ്റ് ഹാസ് ടു ട്രാവൽ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ ബിഫോർ റീച്ചിങ് ദ ഐസ് ഓഫ് ആൻ ഒബ്സർവർ ഓൺ ദ എർത്ത്. ഡ്യൂറിങ് ദിസ് ജേർണി കളേഴ്സ് ഓഫ് ഷോർട്ടർ വേവ് ലെങ്ത് വുഡ് ബി ഓൾമോസ്റ്റ് ഫുള്ളി ലോസ്റ്റ് ഡ്യൂ ടു സ്കാറ്ററിങ്. ഇതൊക്കെ പോയിന്റുകളാണ് കേട്ടോ, ഡ്യൂ ടു സ്കാറ്ററിങ്. ദ ലൈറ്റ് വിച്ച് ഹാസ് എ ഗ്രേറ്റർ വേവ് ലെങ്ത് ഫ്രം ദ സൺ travels through large distance through air without scattering and reaches our eye and decides the കളർ ഓഫ് ദി സൺ. ഇല്ല നമുക്കറിയാം ആ സമയത്ത് എങ്ങനെയായിരിക്കും, റെഡിഷ് അല്ലെങ്കിൽ എന്താണ് ഒരു ഓറഞ്ച് റെഡ് കളറിലായിരിക്കും നമുക്ക് കാണപ്പെടുന്നത്. മനസ്സിലായില്ല. അപ്പോൾ അതേസമയം ഉച്ച സമയത്ത് എങ്ങനെയായിരിക്കും കാണപ്പെടുന്ന ഒരു വൈറ്റ് കളറിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നൂണിലാണെങ്കിൽ എങ്ങനെയാണ്, അറ്റ് നൂൺ എന്ന് പറയാമല്ലേ, അറ്റ് നൂൺ ലെസ് സ്കാറ്ററിങ് കേട്ടോ, അറ്റ് നൂൺ ലെസ് സ്കാറ്ററിങ് ആണ്. അപ്പോൾ എന്താണ് അപ്പിയേഴ്സ് വൈറ്റ് ഇൻ കളർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, സൺ അപ്പിയേഴ്സ് കേട്ടോ, സൺ അപ്പിയേഴ്സ് വൈറ്റ് ഇൻ കളർ എന്ന് പറയാം, വൈറ്റ് ഇൻ കളർ. മനസ്സിലായല്ലോ, അതും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യൻ്റെ നിറം ചുവപ്പോ മഞ്ഞയോ ഓറഞ്ചോ ആയി കാണപ്പെടുന്നു. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യരശ്മിക്ക് ഭൂമിയിലെത്താൻ അന്തരീക്ഷത്തിലൂടെ വളരെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഈ സമയങ്ങളിൽ ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുന്നത് തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് ഓറഞ്ച് നിറങ്ങൾക്കായിരിക്കും. അങ്ങനെയെങ്കിൽ ഉദയാസ്തമയ സമയങ്ങളിൽ ഭൂമിയിലുള്ള നിരീക്ഷകന്റെ കണ്ണിലെത്തുക വർണ്ണങ്ങളിൽ പ്രാമുഖ്യമുള്ള ചുവപ്പ് ഓറഞ്ച് തുടങ്ങിയവയ്ക്കായിരിക്കും. ഉച്ച സമയത്ത് എങ്ങനെയായിരിക്കും, ഏകദേശം ഒരു വൈറ്റ് കളറിലായിരിക്കും കാണപ്പെടുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. എ കണ്ടക്ടർ വയർ എ ബി ഈസ് ഫിക്സഡ് വെർട്ടിക്കലി ത്രൂ ദ സെന്റർ ഓഫ് എ കാർഡ്ബോർഡ്. കണ്ടില്ലേ, ഒരു വയറാണ് എ ബി എന്ന് വെച്ചാൽ വയറാണ്, അത് ഒരു കാർഡ്ബോർഡിന്റെ സെന്ററിൽ കൂടെ പോവുകയാണ് കേട്ടോ. വിച്ച് ടെർമിനൽ ഓഫ് ദി സെൽ ഈസ് ടു ബി കണക്റ്റഡ് ടു ദ പാർട്ട് പി കേട്ടോ, പാർട്ട് പി ഇൻ ദ സർക്യൂട്ട് ടു മേക്ക് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദ കണ്ടക്ടർ എ ബി ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് ഈ എ ബി എന്ന് പറഞ്ഞ കണ്ടിട്ടുണ്ടോ, അതിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് ഇങ്ങനെ പോകണം ഇല്ലേ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് പോകണമെന്നുണ്ടെങ്കിൽ പിയിൽ ഏത് ബാറ്ററിയുടെ ഏത് എൻഡ് ആയിരിക്കാം കണക്ട് ചെയ്യേണ്ടത് അല്ലെ, ഏത് എൻഡ് ആയിരിക്കാം കണക്ട് ചെയ്യുന്നത്, അതെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകണം. ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ കൈ വെച്ച് നോക്കുക കേട്ടോ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്നു. ഏത് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് കേട്ടോ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ കൈ വെച്ച് നോക്കുക അല്ലേ, കൈ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാ ഉള്ളിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വരണമെന്നുണ്ടെങ്കിൽ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് വരണമെന്നുണ്ടെങ്കിൽ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കണം, മുകൾ ഭാഗത്തേക്കായിരിക്കണം ഇല്ലേ. തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് കറണ്ട് ഡയറക്ഷൻ എങ്ങനെയാണ്, മുകൾ ഭാഗത്തേക്കാണ്. അത് കറണ്ട് എങ്ങനെ വരണം, കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പോകേണ്ടത് കേട്ടോ. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ എങ്ങനെയാണ്, കറണ്ട് മുകൾ ഭാഗത്തോട്ടാണ് പോകുന്നത്. നിങ്ങൾ ആ കണ്ടക്ടറിൻ്റെ അവിടെ കൈ വെച്ച് നോക്കുക കേട്ടോ, കൈ വെച്ച് നോക്കുക മനസ്സിലാക്കാൻ സാധിക്കും. കറണ്ട് പോകുന്നത് മുകൾ ഭാഗത്തേക്കായിരിക്കണം, എങ്കിലാണ് മറ്റ് വിരലുകൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരേണ്ടത് അല്ലേ. അപ്പം പി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായിരിക്കും, പി ഈസ് നെഗറ്റീവ് ആയിരിക്കും, ക്യൂ ആണ് പോസിറ്റീവ് കേട്ടോ, പി നെഗറ്റീവ് ആയിരിക്കും. റൂൾ ഏതാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ് ദ റൂൾ ദാറ്റ് ഹെൽപ്ഡ് യു ടു അറൈവ് അറ്റ് ദ കൺക്ലൂഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് റൂളാണ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് കേട്ടോ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയുക. മനസ്സിലായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്, പി ആണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ സ്റ്റേറ്റ് ചെയ്യുക കേട്ടോ. കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ റൂൾ എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദ സർക്യൂട്ട്സ് ഗിവൺ ബിലോ വെൻ കറന്റ് ഈസ് പാസ്ഡ് ഫോർ 5 minutes, 2 സർക്യൂട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറന്റ് ചെല്ലുമ്പോൾ 5 മിനിറ്റ് നേരം പാസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 900 joule ഓഫ് ഹീറ്റ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് സർക്യൂട്ട്. ഇവിടെ എത്രയാണ്, 900 joule എനർജിയോടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
ഇവിടെ രണ്ടാമത്തെ സർക്യൂട്ടിൽ 3000 കേട്ടോ, ഇതിൽ വരുന്ന 3600 ജൂൾ ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, 5 മിനിറ്റിലാണ്. എക്സ്പ്ലെയിൻ ദ റീസൺ വൈ മോർ ഹീറ്റ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡ് സർക്യൂട്ട്. സെക്കൻഡ് സർക്യൂട്ടിലാണല്ലോ മോർ ഹീറ്റ് എനർജി വന്നിരിക്കുന്നത് അല്ലേ. ഹീറ്റ് എനർജി കൂടുതലായിട്ടുള്ളത് എവിടെയാണ്? സെക്കൻഡ് സർക്യൂട്ടിലാണ്. അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈവൻ ദോ ദ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറന്റ് ആൻഡ് ദ വോൾട്ടേജ് അപ്ലൈഡ് ആർ സെയിം. വോൾട്ടേജ് സെയിം ആണ്, 12 വോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോ ചെയ്യുന്ന സമയവും അവിടെ എങ്ങനെയാണ്? സെയിം ആണ്. പക്ഷേ സെക്കൻഡ് സർക്യൂട്ടിലാണ് ഇവിടെ ഹീറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്തായിരിക്കാം? ഒരേ ഒരു റീസണേ ഉള്ളൂ. ഇതാ നോക്കിയ റെസിസ്റ്റൻസ് നോക്കിയേ, കണ്ടില്ലേ? റെസിസ്റ്റൻസ് ഇതാ ഇവിടെ കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ് ഇല്ലേ. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ റെസിസ്റ്റൻസ് ഇവിടെ എങ്ങനെയാണ്? ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് അവിടെ കുറവായിരിക്കും അല്ലേ. റെസിസ്റ്റൻസ് കുറവായിരിക്കുമ്പോൾ എന്താണ്? അതിലൂടെ ഉണ്ടെന്ന് കറന്റ് അവിടെ കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ഏത് ഇക്വേഷൻ ആണ്? H ഈസ് ഈക്വൽ ടു v²/r × t എന്നൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുക കേട്ടോ. വോൾട്ടേജ് അവിടെ കൂടുതലാണ് അല്ലേ. വോൾട്ടേജ് കൂടുതലാകുമ്പോൾ എന്താണ്? ആ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് അവിടെ കുറവല്ലേ. റെസിസ്റ്റൻസ് കുറവാണ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഹീറ്റ് കൂടും. അതിന് കാരണം എന്താണ്? റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറന്റ് അവിടെ കൂടും അല്ലേ. റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറന്റ് അവിടെ കൂടും. അതുകൊണ്ട് എന്താണ്? മോർ ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് എ റീസൺ കേട്ടോ. ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇഫ് വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ് വെൻ ദ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഈസ് ഡിക്രീസ്ഡ് ദ കറന്റ് ഇൻക്രീസസ്, ഹെൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻക്രീസസ്. ജൂൾ നിയമപ്രകാരം കണ്ടില്ലേ, H = I²RT ആണല്ലോ. ഒരു ചാലകത്തിലുണ്ടാകുന്ന താപം അതിലൂടെ ഒഴുകുന്ന കറന്റിന്റെ വർഗത്തിനും പ്രതിരോധത്തിനും സമയത്തിനും നേർ അനുപാതത്തിലായിരിക്കും. രണ്ടാമത്തെ സർക്യൂട്ടിൽ പ്രതിരോധം കുറവാണ്, അതിനാൽ അവിടെ കറന്റ് കൂടുകയും തൽഫലമായി താപം കൂടുകയും ചെയ്യും. അപ്പം ഈ ഇക്വേഷൻ ആണ് കേട്ടോ, v²/r × t ആണ് നമ്മൾ ബേസിക്, അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ H = I²RT വെച്ചാണെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണ്? റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്താണ്? കറന്റ് ഇവിടെ കൂടും. കറന്റ് ആണ് മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതുക കേട്ടോ. ഇതാ ഈ ഇക്വേഷൻ്റെ കൊടുക്കാൻ കാരണം ഈ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് കൂടുന്നു. ഈ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A city is planning to implement a new public transportation system. What are the major steps you may adopt to reduce the carbon footprint? Explained. ഒരു സിറ്റി പ്ലാൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്? പുതിയൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ പാദമുദ്ര ഇല്ല, കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തൊക്കെ നടപടികൾ നമുക്ക് അവിടെ സ്വീകരിക്കാം? നമുക്കറിയാം എന്താണ്, പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കാം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാം. കാർബൺ പാദമുദ്ര കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളാണ് കേട്ടോ. റിന്യൂവബിൾ എനർജി സോഴ്സ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എന്താണ്, മോർ ട്രീസുകളൊക്കെ നമുക്ക് എന്താണ് പ്ലാന്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. എഴുതുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്, യൂസ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി, ട്രാൻസിഷൻ ഓഫ് വെഹിക്കിൾസ് ടു ഇലക്ട്രിക് പവർ, എഡ്യൂക്കേറ്റ് സൊസൈറ്റി അബൌട്ട് റെഡ്യൂസിങ് കാർബൺ ഫുട് പ്രിന്റ്, plant more trees on the sides of the road, reduce waste by utilizing reusable product. പുനരുപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വഴി മാലിന്യം കുറയ്ക്കുക, കാർബൺ പാദമുദ്ര കുറയ്ക്കുന്നതിനെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക, ഊർജം വിനിയോഗിക്കേണ്ടി വരുന്ന പ്രവർത്തനങ്ങൾ ഊർജം ലാഭിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുക കേട്ടോ. പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുക, ഇലക്ട്രിക് വാഹനങ്ങളിലേക്കൊക്കെ മാറുക കേട്ടോ. അങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഫുട് പ്രിന്റ് അവിടെ കുറയ്ക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 11A ആണ് കേട്ടോ. When a magnet is moved towards a coil and EMF is induced, മാഗ്നറ്റ് കോയിലിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് സംഭവിക്കുന്നുണ്ട്? EMF ഇൻഡ്യൂസ് ചെയ്യുന്നറിയാം. What happens to the induced EMF if the speed of the magnet is increased? Justify your answer. ഈ മാഗ്നറ്റിൻ്റെ സ്പീഡ് അവിടെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ കോയിലിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രേരിത EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻഡ്യൂസ്ഡ് EMF അവിടെ ഇൻക്രീസ് ചെയ്യും ഇല്ല. ഇൻഡ്യൂസ്ഡ് EMF അവിടെ എന്താണ്? ഇൻക്രീസസ് എന്ന് പറയാം. ഈ മാഗ്നറ്റിൻ്റെ സ്പീഡ് അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ മാഗ്നറ്റിക് ഫ്ലക്സിന് അവിടെ ചേഞ്ച് ഉണ്ടാവും. അത്രയും സ്പീഡിൽ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസസ് എന്ന് പറയാം കേട്ടോ. ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസസ്. ഇൻഡ്യൂസ്ഡ് EMFന് എന്ത് സംഭവിക്കും? ഇൻക്രീസസ് എന്ന് പറയാം. ഇനി വാട്ട് വിൽ ബി ദ ഇൻഡ്യൂസ്ഡ് EMF ഇഫ് ദ മാഗ്നറ്റ് ആൻഡ് കോയിൽ ടുഗദർ മൂവ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ വിത്ത് ദ സെയിം സ്പീഡ്?
കാന്തവും കോയിലും ഒരേ വേഗത്തിൽ ഒരേ ദിശയിൽ ഒരുമിച്ച് ചലിപ്പിക്കുകയാണെങ്കിൽ പ്രേരിത ഇ എം എഫ് എന്ത് സംഭവിക്കും? എന്തെങ്കിലും സംഭവിക്കോ? ഇല്ല. എന്തായിരിക്കും? 0 ആയിരിക്കും. അവിടെ പ്രേരിത ഇ എം എഫിന് അവിടെ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എന്താണ് പ്രേരിത ഇ എം എഫ് അവിടെ ഉണ്ടാവുന്നില്ല. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല. അത് പ്രേരിത ഇ എം എഫ് എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻസർ ഇതാണ് കേട്ടോ. ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെൻ ദ സ്പീഡ് ഓഫ് ദ മാഗ്നറ്റ് ഈസ് ഇൻക്രീസ്ഡ് ദർ ഇസ് എ റാപ്പിഡ് ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ സോളിനോയിഡ്, ഹെൻസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻക്രീസസ്. കാന്തത്തിന്റെ ചലനവേഗത വർദ്ധിപ്പിച്ചാൽ പ്രേരിത ഇ എം എഫ് കൂടുന്നു. കാന്തം വളരെ വേഗത്തിൽ ചലിപ്പിക്കുമ്പോൾ കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വളരെ വേഗത്തിൽ വ്യതിയാനം സംഭവിക്കുകയും വളരെ കൂടുതൽ ഇ എം എഫ് പ്രേരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇനി കാന്തവും കോയിലും ഒരേ വേഗത്തിൽ ഒരേ ദിശയിൽ ചലിപ്പിക്കുമ്പോൾ അവ ആപേക്ഷിക ചലനത്തിനല്ലാത്തതിനാൽ കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുകയോ ഇ എം എഫ് ഓടെ പ്രേരിതമാവുകയോ ചെയ്യുന്നില്ല. അതായത് 0 എന്ന് പറയാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. എ സോളിനോയിഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു സോളിനോയിഡ് എന്നാണ് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. വിച്ച് ഈസ് എ ഫിനോമിനൻ ബിഹൈൻഡ് ദ എക്സ്പെരിമെന്റ് ഇല്യൂസ്ട്രേറ്റഡ് ഹിയർ, ഡിസ്ക്രൈബ് ഇറ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിനോമിനൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മാഗ്നറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നടക്കുന്ന ഫിനോമിനൻ ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. വൈദ്യുതകാന്തിക പ്രേരണമാണ് അവിടെ നടക്കുന്നത്. ശരിയല്ലേ? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക കേട്ടോ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദിസ് ഫിനോമിനൻ? ഈ ഫിനോമിനൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സ്പീഡ് ഇല്ലേ, സ്പീഡ് ഓഫ് ദ മൂവ്മെന്റ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ്, ഈ കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത്, ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ സ്ട്രെങ്ത് വ്യത്യാസം വരികയല്ലേ. അതുപോലെ തന്നെ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഇല്ലേ, മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടിയാലും അവിടെ ഉണ്ടാകുന്ന ഇ എം എഫിന് അവിടെ ചേഞ്ച് ഉണ്ടാവും. അപ്പം വിച്ച് ആർ ദ ഫാക്ടേഴ്സ്? സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് ദി കോയിൽ ഓഫ് ദ മാഗ്നറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് പറയാം, സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റും പറയാം. കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, അതിന്റെ ഡെഫിനിഷൻ കൊടുക്കുക. പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്പീഡ് ഓഫ് റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷൻ ഉദ്ദേശിക്കുന്ന ഒന്നുകിൽ മാഗ്നറ്റ് മൂവ് ചെയ്യുക അല്ലെങ്കിൽ കോയിൽ കേട്ടോ. റിലേറ്റീവ് മോഷൻ അത് മാഗ്നറ്റ് ഓർ കോയിൽ എന്ന് പറയാം കേട്ടോ. അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദി റിലേറ്റീവ് മോഷൻ ഓഫ് ദി മാഗ്നറ്റ് ആൻഡ് കോയിൽ എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ഉണ്ട്, സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റ്. സോളിനോയിഡിലെ കമ്പിച്ചുരുളിന്റെ എണ്ണം, കാന്തത്തിന്റെയോ സോളിനോയിഡിലെ ആപേക്ഷിക ചലനം, കാന്തശക്തിയൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ് അവിടുത്തെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനോടെ വ്യത്യാസം വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 12A. An object is placed 20 centimeter away from a concave lens. 20 centimeter away from a concave lens. The image is formed at a distance 10 centimeter from the lens. Find the focal length of the lens. Concave lens ആണ് കേട്ടോ. അതാ നോക്കുക. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്ര വരും? മ്യൂ ആണ്. -20 വരും. ലെഫ്റ്റ് സൈഡിലാണ് -20 സെന്റിമീറ്റർ എന്നാണ് വരുന്നത്. ഇനി ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ഇമേജ് ഫോം ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെയല്ലേ, കോൺകേവ് ലെൻസ് അല്ലേ. അപ്പം അതും എത്രയാണ്? മൈനസ് വരും. നമ്മുടെ കാർട്ടീഷ്യൻ കേട്ടോ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ -10 സെന്റിമീറ്റർ എന്ന് പറയും. ദെൻ ഫോക്കൽ ലെന്ത് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ. അപ്പോൾ ലെൻസ് ഇക്വേഷൻ ഏതാണ്? നമുക്കറിയാം. ബേസ് ഇക്വേഷൻ ഏതാണ്? 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. നമുക്ക് എളുപ്പത്തിൽ എന്താണ് എഫ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എഫിലേക്ക് കൺവേർട്ട് ചെയ്യാലോ. എഫ് ഈസ് ഈക്വൽ ടു നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ഇക്വേഷൻ ആണ്? എഫ് ഈസ് ഈക്വൽ ടു ഏതാണ്? UV ഡിവൈഡ് ബൈ U മൈനസ് V. ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കിട്ടും. പിന്നെ നമ്മൾ റെസിപ്രോക്കലൊക്കെ എടുക്കേണ്ടി വരും. അതിൽ നല്ലത് എഫ് ഈസ് ഈക്വൽ ടു UV ഡിവൈഡ് ബൈ U മൈനസ് V ചെയ്യുക. U എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? -20 ആണ്. V എത്രയാണ്? -10 ആണ്. ഡിവൈഡ് ബൈ -20 -10 എന്ന് വരും. അപ്പോൾ ഇവിടെ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 200 വരും അല്ലേ. 200 ഡിവൈഡ് ബൈ ഇവിടെ എത്രയാണ്? -20. ഇതും കൂടെ പ്ലസ് ആവും അല്ലേ, +10 എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ഡിവൈഡ് ബൈ -20 +10 എന്ന് വരുമ്പോൾ എത്രയാണ് വരുന്നത്? -10 വരും ഇല്ലേ. ക്യാൻസൽ ചെയ്ത് പോകും. ആൻസർ എത്രയാണ് വരുന്നത്? -20 എന്ന് വരും. അപ്പോൾ ഫോക്കൽ ലെന്ത് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് -20 സെന്റിമീറ്റർ ആണ് കേട്ടോ. യൂണിറ്റ് എഴുതിയിരിക്കണം. -20 സെന്റിമീറ്റർ ആണ്. ലെഫ്റ്റ് സൈഡിലല്ലേ ഫോക്കൽ ലെന്ത് വരുന്നത്. ഫോക്കസ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഫോക്കൽ ലെന്തും ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പം -20. അപ്പോൾ കോൺകേവ് ലെൻസ് ആകുമ്പം ഈ മൈനസ് വാല്യൂ ഒക്കെ വരും എന്നുള്ളൊരു അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇൻ കേസ് എവിടെയെങ്കിലും മൈനസ് ഒക്കെ ഇടാതെ വന്നാലും നമുക്ക് സംശയം ഉണ്ടാകുമല്ലോ കേട്ടോ. അപ്പം അതൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആൻസർ ഈസ് -20 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
എ കോൺകേവ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 15 സെന്റിമീറ്റർ. ഇവിടെയും കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. An object is placed at a distance of 25 centimeter from the lens and the image is formed at a distance of 10 centimeter from the lens. Find the magnification. Magnification ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. ഫോക്കൽ ലെന്ത് എന്ന് പറഞ്ഞിട്ടാണ് 15 സെന്റിമീറ്റർ ആണ്. ലെഫ്റ്റ് സൈഡിലാണ് കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് -15 സെന്റിമീറ്റർ. ശരിയല്ലേ? ദെൻ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് വരും അല്ലേ, -25 സെന്റിമീറ്റർ. ദെൻ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്, അതുകൊണ്ട് -10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. ഇനി എന്താണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, M ഈസ് ഈക്വൽ ടു എന്താണ്? V/U എന്നാണ് നമ്മുടെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ. M ഈസ് ഈക്വൽ ടു V/U ആണ് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പം എത്ര വരും? V എന്ന് വെച്ചാൽ -10 ആണ്, U എന്ന് പറഞ്ഞിട്ടാണ് -25 ആണ് വരുന്നത്. മൈനസും ക്യാൻസൽ ആയിട്ട് പോയി. 5 വെച്ച് ക്യാൻസൽ ചെയ്യാതെ ഇവിടെ 2 വരും, ഇവിടെ എത്ര വരും? 5 വരും. അതായത് 2/5 എന്ന് വരും അല്ലേ. 2/5 എന്ന് വരും. 2/5 എന്ന് വെച്ചാൽ എത്ര ആൻസർ എത്രയാണ് വരുന്നത്? 0.4 വരും. 0.4. മാഗ്നിഫിക്കേഷൻ ഈസ് 0.4 വരും. നെക്സ്റ്റ് വൺ. The figure shows the image formation when an object is placed at the near point of a person eye. എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരാളുടെ കണ്ണിന് മുന്നിൽ കേട്ടോ, നിയർ പോയിന്റിൽ ഒരു വസ്തു വെച്ചപ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബമാണ്. നിയർ പോയിന്റിലാണ് ഇവിടെ വസ്തു ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രതിബിംബം ഉണ്ടായിരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. പ്രതിബിംബം എവിടെയാ? റെറ്റിനയിലാണോ ഉണ്ടായിരിക്കുന്നത്? അല്ല. അപ്പോൾ ഡിഫക്റ്റ് ഉണ്ട് അല്ലേ. വാട്ട് ടൈപ്പ് ഓഫ് വിഷൻ ഡിഫക്റ്റ് ഈസ് ഇറ്റ്? എക്സ്പ്ലെയിൻ. ഏത് തരത്തിലുള്ള എന്താണ് വിഷൻ ഡിഫക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ബാക്ക് സൈഡ്, റെറ്റിനയുടെ ബാക്ക് സൈഡിലെ ബിഹൈൻഡ് ദ റെറ്റിനൽ ഇമേജ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ഏത് ഡിഫക്റ്റ് ആണ്? ലോങ് സൈറ്റ്നെസ് ആണ് അല്ലേ. ലോങ് സൈറ്റ്നെസ് ആണ്. ലോങ് സൈറ്റിൽ അല്ലെങ്കിൽ എന്താണ്? ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും അല്ലേ, മറ്റൊരു പേരാണ്. അതും അറിഞ്ഞിരിക്കണം കേട്ടോ. ഹൈപ്പർ മെട്രോപ്പിയ ആണ് ഇവിടുത്തെ ഡിഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൗ ഈസ് ദിസ് ഡിഫക്റ്റ് റെക്ടിഫൈഡ്? ഈ ഡിഫക്റ്റ് നമ്മൾ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത്. ഇനി എന്താണ്? കമ്പയർ ദ നിയർ പോയിന്റ് ഓഫ് ദിസ് പേഴ്സൺ വിത്ത് ദാറ്റ് ഓഫ് ദി നോർമൽ ഐ. നോർമൽ ഐയുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ സംഭവങ്ങളുണ്ട്. വ്യക്തിയുടെ നിയർ പോയിന്റ് നേത്രവൈകല്യം ഇല്ലാത്ത ഒരാളുമായി കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ്? വൈകല്യമൊന്നും ഇല്ലാത്ത ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്നത്? നിയർ പോയിന്റ് സാധാരണയുള്ള ആളുകളെക്കാളും എങ്ങനെയായിരിക്കും? അകലെയായിരിക്കും അല്ലേ. ഇയാളുടെ നിയർ പോയിന്റ് എന്ന് വെച്ചാൽ സാധാരണ നോർമൽ ഉള്ള ആളിനേക്കാളും എങ്ങനെയായിരിക്കും? അകലെയായിരിക്കും. അപ്പം എന്ത് പറയാം? നിയർ പോയിന്റ് ഓഫ് ദിസ് പേഴ്സൺ അങ്ങനെ പറയാം അല്ലേ. നിയർ പോയിന്റ് ഓഫ് ദിസ് പേഴ്സൺ. നിയർ പോയിന്റ് ഓഫ് ദിസ് പേഴ്സൺ വിൽ ബി എങ്ങനെയാണ്? ഡിസ്റ്റന്റ് ദാൻ അല്ലേ. അകലെയായിരിക്കും ഇല്ല. ഡിസ്റ്റന്റ് ദാൻ ദ നോർമൽ പേഴ്സൺ. ഡിസ്റ്റന്റ് ദാൻ ദ നോർമൽ പേഴ്സൺ. അകലെയായിരിക്കും. നോർമൽ ആളുകളായിട്ട് കമ്പയർ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അകലെയായിരിക്കും. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ, അതങ്ങ് എഴുതിക്കോളുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Patients undergoing MRI scanning are asked to remove all jewelry made of metals. What may be the reason for this? Explain. What measures can be taken to prevent magnetic flux leakage? നമ്മൾ MRI സ്കാനൊക്കെ എടുക്കാൻ നേരത്തെ പേഷ്യൻസിനോട് നമ്മൾ പറയും ജുവലറി, മെറ്റൽ കൊണ്ടുള്ള ആഭരണങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ പറയാം. എന്തായിരിക്കാം കാരണം? അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് സ്കാനറിൻ്റെ പുറത്തേക്ക് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം MRI എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ശക്തമായ കാന്തമാണ് അവിടെയുള്ളത്, മാഗ്നറ്റിക് ഫീൽഡുമാണ് അവിടെയുള്ളത്, റേഡിയോ വേവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായ കാന്തിക മണ്ഡലമാണ് അവിടെയുള്ളത്. അപ്പോൾ എന്താണ്? മെറ്റൽ വരുമ്പോൾ എന്ത് സമയം? മെറ്റലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മാഗ്നറ്റിലേക്ക് ആകർഷിക്കപ്പെടുകയല്ലേ. അപ്പോൾ എന്താണ്? വലിയ ഡാമേജ്, വലിയ തരത്തിലുള്ള പരിക്കുകളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് വർക്ക് ചെയ്യുന്ന ഒരു ശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? മെറ്റൽ ഈ മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം വളരെ അപകടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് വരാൻ നമുക്കൊരു ഷീൽഡ് ഇല്ലേ, കാന്തിക ഷീൽഡിങ് ഉപയോഗിച്ച് നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം.
നോക്കട്ടോ, the magnetic field of the MRI scanner is very strong. Magnetic materials are strongly attracted and may cause accidents. കേട്ടോ, the presence of other materials reduces the accuracy of the scanning report. Due to the induced current, the metal objects may heat up and lead into burns. കേട്ടോ, കൂടുതൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റാൻ, പൊള്ളലേക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ വേരിയേഷൻ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഷീൽഡിങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അയൺ ഷീറ്റ്സ് ഉപയോഗിച്ചിട്ട്, മാഗ്നറ്റിക് ഷീൽഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. വായിച്ച് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എ ഹൗസ് 5 ഇലക്ട്രിക് ബൾബ്സ് ഓഫ് 60 watt each, 2 fans of 80 watt each and the refrigerator of 200 watt are used 8 hours daily. Calculate the total energy consumed in one day. If the cost of electric energy is ₹5 per unit, calculate the cost of electric energy consumed in 1 month. 30 daysലെ ഇലക്ട്രിക് എനർജി കൺസംഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് ഇക്വേഷൻ ഏതാണ്? ഇലക്ട്രിക് എനർജി ഇൻ കിലോ വാട്ട് അവർ, അത് പ്രത്യേകം എഴുതണം കേട്ടോ. ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് അവർ, അതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. കിലോ വാട്ട് അവറിലുള്ള ഇക്വേഷൻ അത് ആദ്യമേ നിങ്ങൾ എഴുതി വെക്കുക. എങ്ങനെ വരും? പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡ് ബൈ 1000 എന്നാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇനി എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 5 ഇലക്ട്രിക് ബൾബ് കേട്ടോ. ഞാൻ ഓരോന്നിൻ്റെയും അങ്ങ് എഴുതുവാണ് കേട്ടോ. ഇലക്ട്രിക് ബൾബിൻ്റെ കേസിൽ അപ്പോൾ ആദ്യമേ ബൾബിൻ്റെ ഞാൻ അങ്ങ് എടുക്കുവാണ് കേട്ടോ. ബൾബ് എന്ന് പറയുമ്പോൾ 5 ബൾബാണ്. പവർ 60 വാട്ടിൻ്റെയാണ്. പിന്നെന്താണ് സമയം എത്ര? 8 മണിക്കൂർ അല്ലേ? 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കാം എത്ര വരും ആൻസർ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യാം കേട്ടോ. 100ഉം 5ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 20 വരും. പിന്നെ എത്രയാണ്? 10 വെച്ച് 2 വെച്ച് ചെയ്യുവാണ് കേട്ടോ. അതവിടെ 10 വന്നു, ഇവിടെ 4 വന്നു, പിന്നെയും 2 വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 5 വന്നു, ഇതവിടെ 2 വന്നു. അപ്പം പിന്നെ വെച്ചുള്ള 12 വരും കേട്ടോ. 12/5 എന്ന് വരും കേട്ടോ. 12/5 എന്ന് വരുമ്പം എത്ര വരും? ആൻസർ 2.4 എന്ന് വരും കേട്ടോ. 2.4 എന്നാണ് കിലോ വാട്ട് അവർ കേട്ടോ. 2.4 കിലോ വാട്ട് അവർ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫാനിൻ്റെ കേസാണല്ലേ. ഫാനിൻ്റെ എത്രയാണ്? 2 ഫാനാണ്, 80 വാട്ടിൻ്റെയാണ്, 8 മണിക്കൂറാണ് അല്ലേ. ചെയ്യാം അത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇതാ ഇവിടെ ഞാൻ 50 ചെയ്തു. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. ഇതാ ഇവിടെ 25 വന്നു, ഇവിടെ 4 വരും അല്ലേ. പിന്നെ എന്ത് ചെയ്യും? പിന്നൊന്നും പറ്റൂല അല്ലേ. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ 1.28 വരും കേട്ടോ. 1.28 കിലോ വാട്ട് അവർ എന്ന് വരും. മനസ്സിലായല്ലോ. അടുത്തത് ഫ്രിഡ്ജ് ആണല്ലേ. ഫ്രിഡ്ജ് അല്ലെങ്കിൽ എന്താണ്? റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ എത്രയാണ്? ഒരു റെഫ്രിജറേറ്റർ ഉള്ളൂ. അപ്പോൾ 1 ഇൻറ്റു 200 വാട്ട് ആണല്ലേ, ഇൻറ്റു 8 hours ആണ്, ഡിവൈഡ് ബൈ 1000. ക്യാൻസൽ ചെയ്യാം അല്ലേ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യുക. 5 വരും, 8/5 എന്ന് വരും അല്ലേ. 8/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 എന്ന് വരും കേട്ടോ. 1.6 കിലോ വാട്ട് അവർ. അപ്പോൾ ടോട്ടൽ എനർജി അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ എനർജി കൺസപ്ഷൻ അല്ലേ. ടോട്ടൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുക. 2.4 പ്ലസ് 1.28 പ്ലസ് 1.6 എത്രയാണ് വരുന്നത്? എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 5.28 എന്ന് വരും കേട്ടോ. 5.28 കിലോ വാട്ട് അവർ, അല്ലെങ്കിൽ അത്രയും യൂണിറ്റ് എന്ന് പറയാം. ഇനി എന്താണ്? ഒരു മാസത്തെ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ 4 a month എന്ന് എഴുതാം അല്ലേ. 4 a month എന്ന് പറയുമ്പോൾ എത്രയാണ്? 5.28 ഇൻറ്റു 30 അല്ലേ. അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 158.4 എന്ന് വരും കേട്ടോ. അത്രയും കിലോ വാട്ട് അവറാണ് ഒരു മാസം ഉപയോഗിക്കുന്നത്. ഇനി ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണ്ടേ. ടോട്ടൽ കോസ്റ്റ് 4 a month, ഒരു മാസത്തെ ടോട്ടൽ കോസ്റ്റ് ഇല്ലേ. അപ്പോൾ എത്രയാണ്? 158.4 ഇൻറ്റു ഒരു യൂണിറ്റിന് 5 വെച്ചെന്നല്ലേ പറഞ്ഞത്. അപ്പം ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 792 വരും കേട്ടോ. റുപ്പീസ് 792 റുപ്പീസ് എന്നാണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഒരു മാസത്തെ പൈസ എത്രയാണ് വരുന്നത്? 792 രൂപയാണ് വരുന്നത് കേട്ടോ. ഇതിനെല്ലാം ഇക്വേഷൻ നിങ്ങൾ ആദ്യമേ എഴുതുക കേട്ടോ. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷന് മാർക്കും ഉണ്ട് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഹീറ്റിംഗ് അപ്ലയൻസ് ഈസ് റേറ്റഡ് 400 watt 240 volt. ഇത് പവർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ അപ്ലയൻസ് ഈസ് ഓൺലി 100 watt. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. എന്താണ്? ഒരു ഹീറ്റിംഗ് അപ്ലയൻസ് ആണ്, അത് കൊടുത്തിരിക്കുന്നത് 400 വാട്ടും 240 വോൾട്ടിലും പ്രവർത്തിക്കുന്ന ഒരു ഹീറ്റിംഗ് അപ്ലയൻസ് ആണ്. എന്താണ് ഇത്? പവർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ അപ്ലയൻസ് ഈസ് ഓൺലി. പവർ ആ അപ്ലയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് 100 വാട്ടാണ്. അപ്പം അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടല്ലേ. അപ്പം നമുക്ക് നോക്കാം. എന്താണ് ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങളല്ലേ? പവർ തന്നിട്ടുണ്ട്. അപ്ലയൻസിൻ്റെ പവർ എത്രയാണ്? 400. അത് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. 400 വാട്ട് 240 വോൾട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് പ്രവർത്തിപ്പിക്കുമ്പോൾ അത്രയാണ് 100 വാട്ട് പവറേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് എത്ര, അതിൻ്റെ വോൾട്ടേജ് എത്രയിലാണ് പ്രവർത്തിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സെയിം അപ്ലയൻസ് ആണല്ലേ. സെയിം അപ്ലയൻസ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ ആദ്യമേ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? P = V²/R വെച്ച് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. R = V²/P അല്ലേ. V എത്രയാണ്? 240 അല്ലേ. 240 × 240 ഡിവൈഡഡ് ബൈ എത്രയാണ്? P എന്ന് പറഞ്ഞിരിക്കുന്നത് 400 വരും അല്ലേ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യുക കേട്ടോ. എല്ലാം ക്യാൻസൽ ചെയ്യും. പിന്നെ ക്യാൻസൽ ചെയ്യാൻ എന്താ നോക്കി, ഇവിടെ 6 വരും അല്ലേ. 6 4 24 വരും. 24 × 6 ചെയ്യുമ്പോൾ 144 എന്ന് വരും കേട്ടോ. അപ്പം റെസിസ്റ്റൻസ്, ഈ അപ്ലയൻസിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 144 ഓം ആണ് ഈ അപ്ലയൻസിൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ ആ റെസിസ്റ്റൻസിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ഈ റെസിസ്റ്റൻസിൽ വർക്ക് ചെയ്യുന്ന ഈ അപ്ലയൻസ് ഇല്ലേ, അത് എത്രയാണ്? അതിന് 100 വാട്ടിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലേ. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പോൾ ഇതാ നോക്കുക, അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ അപ്ലയൻസസിൻ്റെ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 144 ഓം ആണ്. അപ്പം ഇനി അത് വർക്ക് ചെയ്യുന്നത് 100 വാട്ടിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ 100 വാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന് എന്തുമാത്രം എന്താണ്, എത്ര അതിൻ്റെ വോൾട്ടേജ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പം പുതിയ പവർ എത്രയാണ്? ന്യൂ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട്. എത്രയല്ലേ? 100 വാട്ട് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ വോൾട്ടേജ് കണ്ടുപിടിച്ച് വെച്ചാൽ മതിയല്ലോ. റെസിസ്റ്റൻസും കിട്ടി, വോൾട്ടേജ് കണ്ടുപിടിക്കാം. സെയിം ഇക്വേഷൻ തന്നെ. P = V²/R ആണ്. നമുക്ക് V ആണ് കണ്ടുപിടിക്കണം. അപ്പം V² = P × R എന്ന് കൊടുക്കാം. പവർ, പുതിയ പവർ 100 ആണ്. റെസിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല, 144 ആണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 144 20 വരും. അത് V² ആണല്ലേ. V അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം √ അല്ലേ 144 20 അല്ലേ. അപ്പം എത്രയാണ് വരുന്നത്? 144 വരുമ്പോൾ 12 അല്ലേ. അപ്പം 120 എന്ന് വരും. അപ്പം V എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 വോൾട്ട് കേട്ടോ. അതിന് 120 വോൾട്ടിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഡയഗ്രാം ഓഫ് എ ജനറേറ്റർ ഈസ് ഗിവൺ. ഒരു ജനറേറ്ററിന്റെ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് ജനറേറ്റർ ഈസ് ദിസ്? ഹൗ ഡിഡ് യു അറൈവ് അറ്റ് ദിസ് ഇൻഫറൻസ്? ഇത് ഏത് തരത്തിലുള്ള ജനറേറ്റർ ആണ്? എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് തരത്തിലുള്ള ജനറേറ്റർ ആണ്? കൊടുത്തിട്ടുണ്ടല്ലേ. സ്പ്ലിറ്റ് റിംഗ് ആണ്. സ്പ്ലിറ്റ് റിംഗ് ആകുമ്പോഴേ നമുക്കറിയാം ഏത് തരത്തിലുള്ള ജനറേറ്റർ ആണ്. DC ആണ് അല്ലേ. DC ജനറേറ്റർ ആണ്. സ്പ്ലിറ്റ് റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ, സ്പ്ലിറ്റ് റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്? DC ജനറേറ്റർ ആണ്. ഇനി രണ്ടാമത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് അറേഞ്ച്മെന്റ് ദാറ്റ് ബ്രിങ്സ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട്? അതായത് ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കേട്ടോ, EMF ബാഹ്യ സർക്യൂട്ടിലേക്ക് എത്തിക്കുന്ന സംവിധാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? സ്പ്ലിറ്റ് റിംഗും ഇല്ലേ. സ്പ്ലിറ്റ് റിംഗ് ഉണ്ട്, സ്പ്ലിറ്റ് റിംഗ്സ് ആൻഡ് പിന്നെ ഏതാണ്? ബ്രഷസ്. സ്പ്ലിറ്റ് റിംഗ്സും ബ്രഷസും വഴിയാണ് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വരുന്നത്. അടുത്തത്, ഇത് ആർമേച്ചർ ഓഫ് ദ ജനറേറ്റർ ഈസ് കെപ്റ്റ് സ്റ്റേഷനറി ആൻഡ് ദ ഫീൽഡ് മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ്. വാട്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി വിൽ ബി ഒബ്റ്റൈൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്? വൈ? നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അപ്പോൾ ഏതാണ്? ആർമേച്ചറോടെ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി ഏതാണ്? AC ആണ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. AC ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അത് പിന്നെ നമ്മൾ DC ആക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ എന്താണ്? പക്ഷേ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് AC തന്നെയായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൽ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ആൻസർ ഇതാ കൊടുത്തിട്ടുണ്ട്, എഴുതുക കേട്ടോ. DC ജനറേറ്റർ ആണ്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? സ്പ്ലിറ്റ് റിംഗ് ഉണ്ട്. Split rings are used in DC generator to convert AC to DC in the external circuit. പിന്നെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആരൊക്കെയാണ്? സ്പ്ലിറ്റ് റിംഗും ഗ്രാഫൈറ്റ് ബ്രഷും വഴിയാണ്. പിന്നെ ആർമേച്ചർ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന AC ആണ്. When the magnet is rotated as a result of change in magnetic field, direction of current also changes. Then AC ഇല്ലേ, AC output is formed.
കാന്തം കറക്കുമ്പോൾ കാന്തിക ഫ്ലക്സിന്റെ ദിശയും തുടർച്ചയായി മാറുന്നു. അതിനാൽ പ്രേരിതമാകുന്ന EMF ദിശ മാറിക്കൊണ്ടിരിക്കുന്ന EMF ആയിരിക്കും. അതായത് AC ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ആൻസർ മനസ്സിലാക്കി എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദർ ആർ മെനി പവർ സ്റ്റേഷൻസ് ഇൻ അവർ കൺട്രി ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഓൺ എ ലാർജ് സ്കെയിൽ ബൈ യൂട്ടിലൈസിങ് വേരിയസ് എനർജി സോഴ്സസ് അല്ലേ. പലതരത്തിലുള്ള എനർജി സോഴ്സസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കൺട്രിയിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എന്താണ് പലതരത്തിലുള്ള പവർ സ്റ്റേഷൻസും ഉണ്ട്. അറ്റ് വാട്ട് വോൾട്ടേജ് ഈസ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ പവർ സ്റ്റേഷൻസ്? പവർ സ്റ്റേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എത്ര വോൾട്ടേജിലാണ്? നമുക്കറിയാം 11 kV ഇല്ലേ. 11 kV ആണ് ജനറേറ്റ് ചെയ്യുന്നത്. Right, the energy conversion that takes place in nuclear power stations. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ എനർജി കൺവേർഷൻ ഏതാണ് നടക്കുന്നത്? അറിയാലോ, ന്യൂക്ലിയർ എനർജി ആണല്ലേ. ന്യൂക്ലിയർ എനർജി അല്ലേ. ന്യൂക്ലിയർ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ടല്ലേ. ന്യൂക്ലിയർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ഇതാണ് എക്സ്പ്ലെയിൻ ഹൗ എ തെർമൽ പവർ സ്റ്റേഷൻ വർക്ക്സ്. തെർമൽ പവർ സ്റ്റേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് തെർമൽ പവർ സ്റ്റേഷൻ? നമുക്കറിയാം കോള്, നാഫ്ത ഇല്ലേ. കോള് അല്ലെങ്കിൽ നാഫ്ത പോലുള്ളവ ബേൺ ചെയ്യിക്കും. എന്താണ് ആ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് എന്താണ് നമ്മുടെ ടർബൈനൊക്കെ റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, അത് അതേപടി എഴുതുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമ്മളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. ആൻസർ കൊടുത്തിട്ടുണ്ട്, നോക്കി എഴുതുക. 11 kV ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. തെർമൽ പവർ സ്റ്റേഷനിൽ എങ്ങനെയാണ്? ഫ്യൂവൽസ് ലൈക്ക് കോൾ, നാഫ്ത, ലിഗ്നൈറ്റ് ആർ ഇഗ്നൈറ്റഡ്. ദ ഹീറ്റ് എനർജി ദസ് ലിബറേറ്റഡ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് വാട്ടർ ഇൻടു സ്റ്റീം അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ദ എനർജി ഓഫ് സ്റ്റീം ഈസ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ ടർബൈൻ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. CNG, കൽക്കരി തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് താപം ഉൽപ്പാദിപ്പിക്കുകയും ഈ താപം ഉപയോഗിച്ച് ജലം നീരാവിയാക്കി അതിൻ്റെ ശക്തി കൊണ്ട് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളാണ് തെർമൽ പവർ സ്റ്റേഷൻസ്. അവിടെ എങ്ങനെയാണ്? ഹീറ്റ് എനർജിയാണ് ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നത്. ഹീറ്റ് എനർജി പിന്നെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. പിന്നെന്താണ്? അത് ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് എനർജി കൺവേർഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചോദിക്കും. നമ്മൾ പലപ്പോഴായിട്ടും പല വീഡിയോകളിലും പറഞ്ഞതാണ്. അപ്പോൾ അതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. In the figure, a conductor AB arranged across two parallel copper wires placed on an acrylic sheet which is kept above a rec magnet. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം തന്നെയാണ് കേട്ടോ. A 12-volt battery is connected to the parallel conductors through a bell switch. ഇല്ലേ, നമ്മളെല്ലാം പഠിച്ചതാണ് ഡീറ്റെയിൽ ആയിട്ട്. നോക്കാം. Which magnet pole should be at the position of X of the conductor AB to move towards P? അതായത് ഈ കണ്ടക്ടർ AB ഇങ്ങോട്ട് മൂവ് ചെയ്യണം, പിയിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഇതുണ്ടല്ലോ, മാഗ്നറ്റ് ഉണ്ടോ, അതിൻ്റെ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ലോ? ഏത് ലോയാണ്? ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുവാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും അതിനെക്കുറിച്ചൊരു ബോധം കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് നമ്മുടെ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് നമ്മൾ പറഞ്ഞു ഇല്ലേ. അപ്പോൾ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് നിങ്ങൾ നോക്കുക, കൈ വെച്ച് നോക്കുക. അപ്പോൾ നോക്കുക, ഇത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് അല്ലേ. അതായത് നമ്മുടെ തമ്പാണ് ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കൈ വെച്ച് നോക്കുക കേട്ടോ. ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന തമ്പാണ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു ഇല്ലേ. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ നോക്കുക, ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഭാഗമായിട്ട് വരും? സൗത്ത് ആയിട്ട് വരും ഇല്ലേ. കാരണം നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ് കാണിച്ചിരിക്കുന്നത് ചൂണ്ടുവിരലാണല്ലോ, അതിന് താഴോട്ടാണ് വരുന്നത്. അപ്പം താഴെ ഭാഗം ഏതായിരിക്കും? നോർത്താണ്. അപ്പം മുകൾ ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് സൗത്ത് ആയിരിക്കും വരുന്നത്. അപ്പം ഏതാണ് ഇവിടെ വരുന്നത്? പിയിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? സൗത്ത് ആണ്. പിന്നെ എന്താണ് ലോ? ഏത് ലോ ആണ്? സ്റ്റേറ്റ് ദ ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ സ്റ്റേറ്റ് ചെയ്യുക കേട്ടോ. ഇനി എന്താണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്? What change must be made to retain the initial direction of motion of the conductor when the polarity of the magnet is reversed? ഈ മാഗ്നറ്റിന്റെ പൊളാരിറ്റി റിവൈസ് ചെയ്താലും, അതായത് ഇവിടെ നമ്മൾ ഈ സൗത്ത് താഴെ നോർത്ത് മേളിലും ആക്കി വെച്ച് കഴിഞ്ഞാലും ഇതേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് മാറ്റം വരുത്തണം? കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ പോരെ അല്ലേ. കറണ്ട് ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയാം അല്ലേ. ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് അല്ലേ, ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, അല്ലെങ്കിൽ പൊളാരിറ്റി എന്ന് പറയാം. ചേഞ്ച് ദ പൊളാരിറ്റി എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ.
ഇത് അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൗത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ സ്റ്റേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്താൽ മാഗ്നറ്റിക് പൊളാരിറ്റി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സെയിം ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്യണമെങ്കിൽ എന്നാണ് കറണ്ട് ഡയറക്ഷൻ നമ്മളവിടെ ചേഞ്ച് ചെയ്യുക. വൈദ്യുത പ്രവാഹ ദിശ നമ്മൾ മാറ്റുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 18B ആണ്. ഡയഗ്രം ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടർ ഈസ് ഗിവൺ. കേട്ടോ, ഇലക്ട്രിക് മോട്ടറിന്റെ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ് ആൻഡ് വൈ ഡിനോട്ട് ദ മാഗ്നറ്റിക് പോൾസ്. എക്സും വൈയും മാഗ്നറ്റിക് പോളും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെയിം ദ പോൾ അറ്റ് വൈ വെൻ ദ സൈഡ് എ ബി ഓഫ് ദ ആർമേച്ചർ മൂവ്സ് അപ്വേർഡ്. അതായത് ആർമേച്ചർ എ ബി ഉണ്ടല്ലോ, ആർമേച്ചർ എ ബി മുകളിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചലിക്കണമെന്നുണ്ടെങ്കിൽ വൈ ഏത് ധ്രുവമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ ഏത് ധ്രുവമായിരിക്കണം, അതായത് ആർമേച്ചർ മുകളിലോട്ട് ചലിക്കണം. ഇവിടെ നമ്മൾ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ദെൻ കറണ്ട് ഡയറക്ഷൻ എന്താ നോക്കിയാൽ, കറണ്ട് ഇത് ഇങ്ങനെയാണ് പോസിറ്റീവ്, അത് ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ എന്താണ്, ഇത് മുകളിലോട്ട് ചലിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നോക്കുക. കറണ്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏതാണ്, നടുവിരലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ, മിഡിൽ ഫിംഗർ ആണ് കറണ്ട് ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ അതങ്ങോട്ട് കൈവച്ച് നോക്കുക. ദെൻ ഇത് മുകളിലോട്ട് ചലിക്കണം ഇല്ലേ, മുകളിലോട്ട് ചലിക്കണമെന്നുണ്ടെങ്കിൽ എക്സും വൈയും ഏത് പൊളാരിറ്റി ആയിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നില്ല? തമ്പാണ് നമ്മുടെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ചലനത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നോക്കുക, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാ ഇങ്ങോട്ടായിരിക്കണം അല്ലേ. അതായത് നോർത്ത് ഇവിടെ ആയിരിക്കണം, ഇതായിരിക്കണം സൗത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്, നെയിം ദ പോൾ അറ്റ് വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വൈയിലെ പോളെന്ന് ഏതാണ് ചോദിച്ചിരുന്നത്. എ ബി, അതായത് ഈ പോർഷൻ ഇതാണ് മുകളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായിരിക്കണം, വൈ നോർത്ത് ആയിരിക്കണം. നിങ്ങൾ കൈ വെച്ച് നോക്കുക കേട്ടോ. കൈ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, നോർത്താണ് കേട്ടോ ഇത്. ഇനി ഡ്രോ ദ ഡയഗ്രാം ഇലൂസ്ട്രേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ സൈഡ് എ ബി. അപ്പം അതിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് വരയ്ക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ഇങ്ങോട്ട് കാണിക്കാം. ദെൻ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് കാണിക്കാം. ഇത് ഫീൽഡാണ്. ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതില്ല, ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇങ്ങനെയാണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ല. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഇനി വാട്ട് ചേഞ്ച് ഷുഡ് ബി മേഡ് ഇൻ ദ സർക്യൂട്ട് ടു റൊട്ടേറ്റ് ദ ആർമേച്ചർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷന് ചേഞ്ച് വരുത്താതെ, അതായത് ഇത് നോർത്താണ്, ഇത് സൗത്ത് ആണ്. അപ്പം ഇതിന് നമ്മൾ ചേഞ്ച് ഒന്നും വരുത്താതെ തന്നെ എന്താണ്, ആർമേച്ചറിനെ വിപരീത ദിശയിലേക്ക് ഇറങ്ങണം. അതായത് ആർമേച്ചർ ഇങ്ങനെ താഴോട്ട് വരണം ഇല്ല. അപ്പം എന്ത് മാറ്റമാണ് നമ്മളവിടെ വരുത്തേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് മാറ്റുന്നില്ല, എന്താണ്, ഇത് ആർമേച്ചർ താഴേക്ക് ചലിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് അല്ലേ, ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട്. കറണ്ട് ഡയറക്ഷൻ മാറ്റിയാൽ പോലെ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. വാട്ട് ഇസ് എനർജി കൺവേർഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡിവൈസ്. ഈ ഡിവൈസിൽ നടക്കുന്ന എനർജി കൺവേർഷൻ ഏതാണ്, നമ്മളെന്താണ് ഇലക്ട്രിക് എനർജി കൊടുത്തിട്ടല്ലേ. അപ്പം ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ഇൻറ്റു എന്ത് എനർജി ആയിട്ട് മാറുന്നുണ്ട്, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഇലക്ട്രിക് എനർജി യാന്ത്രികോർജ്ജമായിട്ടാണ് ഇവിടെ മാറുന്നത്. മനസ്സിലായാലും ഇത് നമ്മൾ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒരുപാട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയർ ആയിട്ടും ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷൻസ് വീഡിയോസ് ചെയ്തിട്ടില്ല, അതിലെല്ലാം പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇത്. അപ്പോൾ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കി എഴുതുക കേട്ടോ. നോർത്തിലേക്കാണ് വൈ എന്ന് പറഞ്ഞിരിക്കുന്നത്, നോർത്താന്ന് പറഞ്ഞിട്ടുണ്ട്, വടക്കാണ്. പിന്നെ ഇവിടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, അത് താഴോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, കറണ്ട് ദിശ മാറ്റുക. പിന്നെ ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാമിനുണ്ടായിരുന്നത്. നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊന്നുമില്ല, എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻസാണ്. ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോസിലൊക്കെ പറഞ്ഞിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടവർ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം ആ വീഡിയോസിലുണ്ടായിരുന്നു, അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും എക്സാം കഴിഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യുക. എല്ലാവരും കൃത്യമായിട്ട് ആൻസർ എഴുതിയെടുക്കുക. എഴുതുന്ന കൂടത്തിൽ തന്നെ ഇപ്പം തന്നെ മനസ്സിലാക്കി പഠിച്ച് തന്നെ എഴുതി പോവുക. അതായത് ഒരു റിവിഷനായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കുക കേട്ടോ. അപ്പം എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യനും ആൻസറും എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ
ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അറിയാൻ മേലാത്ത കുട്ടികൾ ഒരുപാടുണ്ടായിരിക്കാം, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള മറ്റ് വീഡിയോസുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്